ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിയുടെ പപ്പാനെയാണ്. അങ്ങനെ പിങ്കി പറയാണ്, പപ്പായ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പപ്പ ഇവിടെ നടക്കുന്നത് എന്താണെന്ന്. എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ തെറ്റായിപ്പോയി. ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല പപ്പ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജീവിതമേ മടുത്തു. ഇനി നിങ്ങളും കൂടെ ഉപേക്ഷിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ തെരുവിലേക്ക് ഇറങ്ങും. അതുമാത്രമേ ഇനി എൻ്റെ മുന്നിലുള്ളൂ. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് പപ്പ തന്നെ പറ. പപ്പയുടെ ഈ മോള് ചെയ്ത് തെറ്റൊക്കെ ആയിരിക്കാം, പക്ഷെ അതൊക്കെ ക്ഷമിക്കാൻ ഈ പപ്പയ്ക്ക് അറിയാമോ? അറിയില്ല എങ്കിൽ പപ്പ പറഞ്ഞാൽ മതി, ഈ ജീവിതം ഞാനങ്ങ് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഒരച്ഛൻ്റെ മുമ്പിലാണ് നമ്മുടെ പിങ്കി ഇതൊക്കെ പറയുന്നത്. ഒരിക്കലും ഒരച്ഛനും കേട്ടുകൊണ്ട് നിൽക്കില്ല, ഒരച്ഛനും സഹിക്കില്ല. നമ്മുടെ പിങ്കിയുടെ പപ്പ പറഞ്ഞു, പിങ്കി മോളെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? വേറെ ആർക്ക് നിന്നെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണ്ടേ? നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് ആരുമില്ല പപ്പ. അർജുനെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അതുപോലും ഉണ്ടായില്ല. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിലും അർജുൻ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം എന്നെ ആർക്കും വേണ്ട. പിന്നെ എന്തിനാ ഞാന്? എനിക്ക് ആരുമില്ലാതെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പ്രവൃത്തികളെല്ലാം അത് തെറ്റായിരുന്നോ എന്നൊന്നും എനിക്ക് അറിയില്ല പപ്പ. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഇപ്പം ഞാൻ തനിച്ച. എൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും മുൻപിലും പിൻപിലും ഒന്നും ആരുമില്ല. ആര് പറഞ്ഞു മോളെ നിന്നോട്? ആർക്ക് വേണ്ടെങ്കിലും എനിക്കും നിന്റെ മമ്മിക്കും ഒക്കെ നിന്നെ വേണം. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മോളല്ലാതാവോ? ഒരിക്കലും ഇല്ലല്ലോ. നീ എൻ്റെ മോള് തന്നെയല്ലേ. ആ പഴയ പപ്പയുടെ ആ പഴയ പിങ്കിമോള്, ബോൾഡായ ആ പിങ്കിമോള്, അങ്ങനെയാ നീ നിൽക്കേണ്ടത്. മോളെ, എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സാരമില്ല, എല്ലാം ഞാൻ പൊറുക്കും, ക്ഷമിക്കും. പപ്പയില്ലേ മോളെ നിന്റെ കൂടെ? പിന്നെ നീ എന്തിനാ സങ്കടപ്പെടണത്, എൻ്റെ മുമ്പിൽ കരയുന്നത്? ഒരിക്കലും എൻ്റെ പിങ്കിമോള് ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി എൻ്റെ പിങ്കിമോൾ ഒരിക്കലും കരയാൻ പാടില്ല. എൻ്റെ മോള് പഴയ പിങ്കിയായിട്ട് ആ ബോൾഡായിട്ട് തന്നെ ഉണ്ടാവണം. അങ്ങനെ പതിയെ നമ്മുടെ പിങ്കിയുടെ പപ്പ പിങ്കിനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ ആശ്വാസം നമ്മുടെ പിങ്കിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ അർജുനെയാണ്. അർജുൻ ഒരു സമയം ബാക്കിലേക്ക് ചിന്തിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കല്യാണവും ആ താലികെട്ട് ചടങ്ങും ഒക്കെയാണ് നമ്മുടെ അർജുൻ ചിന്തിച്ചിരിക്കുന്നത്. അർജുൻ ഒരിക്കലും പിങ്കിനെ പിരിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ, ആ ഒരു കല്യാണ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടെ പിങ്കി കൈവിട്ടു പോയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ അർജുൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ ചെന്നിട്ട് ചോദിക്കുക, എന്താ അർജുൻ നിനക്ക് പറ്റിയത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിങ്കി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കാത്തത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ആ ഒരു വികാരത്തെ കുറിച്ച് പറഞ്ഞാൽ എന്ത് ഫീലിങ്സ് ഉണ്ടാകാനാ നന്ദ? എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. അതൊരവസ്ഥയാ. പിങ്കിയുടെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഉണ്ടാവുന്നത്. ഞാനത് അറിഞ്ഞിട്ടില്ല, അത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അവളെന്നെ സ്നേഹിച്ചിട്ടില്ല, ആ ഒരു സ്നേഹത്തിന്റെ കണ്ണിക്കൂടെ നോക്കിയിട്ടില്ല. ആ ഒരു തരത്തിലുള്ള ഗുണഭോക്താവല്ല ഞാന്. അങ്ങനെ പറയരുത് അർജുൻ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ പിങ്കിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന്? തോന്നിയിട്ടില്ലേ? അത് വെറും പച്ചക്കള്ളമാണ്. പിങ്കി അർജുനെ സ്നേഹിച്ചിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പച്ചക്കള്ളാകുന്നത്. അതെനിക്ക് തോന്നുന്നില്ല. പിങ്കി എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല. ഇത്രയും നാള് ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാ എന്ന് മനസ്സിലാക്കുന്ന എന്താ? പിങ്കി എന്തെങ്കിലും എന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഞാൻ 100% ആത്മാർത്ഥമായിട്ട് ആ സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും എണ്ണി ഞാൻ കാത്തു നിന്നു. ഇന്ന് സ്നേഹിക്കും, നാളെ പരിഗണിക്കുമെന്നൊക്കെ. പക്ഷേ ഒരിക്കലും അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയം എടുത്തു നോക്കിയാൽ തന്നെ അർജുന് തിരിച്ച് കഴിയാൻ പറ്റില്ല. അർജുൻ, ആ നന്ദയുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയന കയറി വന്നപ്പം പിങ്കിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം അർജുൻ അവളുടെ മാത്രം സ്വന്തമാണെന്നുള്ള ആ ഒരു വിശ്വാസം അതിന് ഇളക്കം തട്ടിയത് കൊണ്ടല്ലേ അവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടയായതും ഒക്കെ. അതെന്തുകൊണ്ട് അർജുൻ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ നയന മാറി നിൽപ്പുണ്ട് കേട്ടോ. നയന ഇതെല്ലാം കേൾക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, യഥാർത്ഥ സ്നേഹം അത് സംശയിക്കില്ല, നമ്മളെ
അവിശ്വസിക്കില്ല. ആൾക്കൂട്ട വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യില്ല. യഥാർത്ഥ സ്നേഹം ഒരിക്കലും അങ്ങനെയല്ല നന്ദ. പിങ്കി സംശയിച്ചു എങ്കിൽ, അവളുടെ പപ്പയെ വിളിച്ചു വരുത്തി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എങ്കിൽ, അപമാനിക്കും ശ്രമിച്ചെങ്കിൽ, അത് സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, സ്നേഹരാഹിത്യമെന്ന, സ്നേഹക്കുറവെന്ന, അതെന്നെ പരിഹസിക്കുന്നത് കൊണ്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, ഇനി എങ്ങനെ ഞാൻ അർജുനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്താ പറയേണ്ടത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാ നീ പിങ്കിനെ മനസ്സിലാക്കാത്ത അർജുൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയന മേ ഐ കമിൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. നന്ദയ്ക്ക് കലി വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, വലിഞ്ഞു കയറി വന്ന് ഇടപെടുവാണെന്നൊന്നും വിചാരിക്കരുതേ. ഇത്രയൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടേ ഞാൻ അർജുനോടുള്ള ആ ഒരു സഹതാപം കൊണ്ട് പറഞ്ഞു പോവുക. നിങ്ങളെപ്പോലുള്ള ഒരു സ്നേഹവും ക്ഷമയും ഒക്കെ അർഹിക്കുന്ന ആ ഒരു പയ്യനെ ഒരിക്കലും പിങ്കിയെ അർഹിക്കുന്നില്ല അർജുൻ. ഓഹോ, നീയല്ലേ സുപ്രീം കോടതി ജഡ്ജി, എല്ലാ തീരുമാനങ്ങളും എടുക്കാന്. ദേ വലതുകാലം വെച്ച് നീ ഈ വീട്ടിൽ കയറി വന്ന അന്ന് മുതൽ പരിശ്രമിക്കുന്നതാണല്ലോ രണ്ടിനെ രണ്ട് പാത്രമാക്കാൻ. ഇപ്പം അത് സാധിച്ചു എന്ന അഹങ്കാരം അത് നിന്റെ മുഖത്ത് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല, വിളിച്ച് പറയേണ്ട കാര്യമില്ല. അതിന് ഞാൻ നന്ദയോടല്ലല്ലോ സംസാരിച്ചത്, ഞാൻ അർജുനോടല്ലേ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അർജുനോടാ, അത് മനസ്സിലായല്ലോ നന്ദ. അതിന്റെ ഇടയിൽ വന്ന് ഇടപെട്ടത് നീയാ. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ, ഇനി നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് വേണ്ട. എന്റെ പൊന്നർജുൻ, അതൊക്കെ എന്നേ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനാ ഇവള് വന്നത് എന്നറിഞ്ഞത് മുതൽ ഞാൻ യുദ്ധം ചെയ്താൽ തീരുമാനിച്ചതാ ഇവളോട്. ഓഹോ, കേട്ടല്ലോ അർജുൻ, നിന്റെ പ്രിയപ്പെട്ട ഏടത്തിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അർജുൻ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എന്നിട്ട് നയന പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കാത്തത്, ഞാൻ നിന്നോട് സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് എന്തിനാ ഇവര് എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നതെന്നാ. അപ്പൊ നമ്മുടെ നന്ദ പറഞ്ഞു, എത്രയ്ക്ക് വിഷമില്ലാത്തവരാണെങ്കിലും നിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാലേ ആ വിഷം പകർന്ന് അവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ടടി എന്ന് പറഞ്ഞപ്പോ, കേട്ടില്ലേ അർജുൻ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ അപമാനിക്കുന്നത്, അതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണോ നീ? അപ്പൊ നമ്മുടെ നന്ദ പറഞ്ഞു, അതിനൊക്കെ കാരണങ്ങളുണ്ടല്ലോ, അത് എനിക്ക് നിനക്കും അറിയാലോ നയന, പിന്നെ നീ എന്തിനാ ഇവിടെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ചോദിച്ചു, അല്ല എന്ത് കാര്യമാ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞേ പറ്റൂ, അത് പറയണം എന്നിങ്ങനെ അർജുൻ പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പറയാനാ, ഫുള്ള് നുണക്കഥ മാത്രം അർജുൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നയനയല്ല നന്ദ പറഞ്ഞു, അതൊക്കെ നുണക്കഥയാണെന്ന് ഓർത്തോണ്ടാണോ അർജുൻ ഇരിക്കുന്നത്? ഒരിക്കലും അത് നുണക്കഥയല്ല, എനിക്കറിയാം, എല്ലാ സത്യത്തിന്റെയും പൊരുൾ എനിക്കറിയാം. ദേ നയന, നീ എന്റെ മുമ്പിൽ അഭിനയിക്കരുത്, വേറെ ആരുടെയൊക്കെ മുമ്പിൽ അഭിനയിച്ചാലും നീ എന്റെ മുമ്പിൽ അഭിനയിക്കരുത് നയന. അപ്പോഴത്തേക്കാണ് നമ്മുടെ അർജുൻ പറയുന്നത്, നയന ഒരിക്കലും ഒരു കള്ളം പറയുകയോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അങ്ങനെ ഒന്നും കാണുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അവൾ എന്നും എന്റെ കളിക്കൂട്ടുകാരി ആയിരുന്നു. ആ സ്ഥാനം മാത്രം അവളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്ദ. പിന്നെ വേറെ ആരും എന്നെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നന്ദയും ആകെ പെട്ടുപോയിട്ടോ. നയനെ നിന്നിങ്ങനെ അട്ടഹസിച്ച് നിൽക്കുകയാണ്. കാരണം നയന വിചാരിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അതിന്റെ എല്ലാ ആശ്വാസം നയനയുടെ മുഖത്തുണ്ട് കേട്ടോ. നന്ദയ്ക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. നന്ദ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാക്കാനോട്ട് അർജുൻ ശ്രമിക്കുന്നുമില്ല. നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയോട് അർജുൻ പറഞ്ഞു, അത് പിന്നെ എന്തൊക്കെയോ തെറ്റിദ്ധാരണ കിടപ്പുണ്ട് നമ്മുടെ നന്ദയുടെ മനസ്സിൽ. നന്ദ പോയപ്പോഴാണ് കേട്ടോ, പേര് മാറിപ്പോയിട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കണേ. നന്ദ അങ്ങ് പോയപ്പം നയനയോട് അർജുൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ തെറ്റിദ്ധാരണ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ അവരൊക്കെ പാവങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ നയന പറഞ്ഞു, അതൊന്നും സാരമില്ല, എന്നെ നിനക്കറിയാലോ, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയിട്ടോ. ഇതിൽ നയന പകുതി വരെ ചെന്ന് നിന്നിട്ട് നമ്മുടെ അർജുന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട്. അർജുൻ കാണുന്നൊന്നും ഇല്ലാട്ടോ. എടാ, ഞാൻ തന്നെയാടാ നിനക്കിട്ട് പണി തന്നത്, ഞാൻ തന്നെ ആയിരിക്കും ഇനി നിന്റെ ഭാര്യ എന്ന രീതിയിലാണ് ആ ഒരു നോട്ടം കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ പിങ്കിയുടെയും പിങ്കിയുടെ അച്ഛനെയാണ് കേട്ടോ. അങ്ങനെ പിങ്കിയും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന ഉടനെ തന്നെ പിങ്കിയുടെ അച്ഛൻ ചോദിച്ചു, കഴിക്കാൻ മോക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്കെന്താ, നമുക്ക് കഞ്ഞി വല്ലതും ഉണ്ടാക്കാം അച്ഛാ, ഞാൻ ഉണ്ടാക്കിക്കോളാം, എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ വേറെ കാര്യമായിട്ടൊന്നുമില്ല, പപ്പടം അച്ചാറൊക്കെ ഇരിപ്പുണ്ടായെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് മോൾ ഇവിടെ വന്നിരുന്നേ, മോളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കീനെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് വേറെ ഒന്നുമല്ല പറയുന്നത്, ഡിവോഴ്സിന്റെ കാര്യമാണ്. ഇനി ഒരിക്കലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം നയനെയാണ് ഇപ്പം അർജുൻ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിനാ മോൾ ഒരു ഭാരമായിട്ട് അവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഡിവോഴ്സ് തന്നെ വേണമെന്ന് പറയുമ്പോൾ, എന്താ പപ്പ ഈ പറയുന്നത്, ഡിവോഴ്സോ? ഒരിക്കലും എനിക്ക് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി പറ്റില്ല, എന്റെ മനസ്സിന് അതിനൊരു ഇതായിട്ടില്ല, ഒരിക്കലും എന്റെ മനസ്സ് അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം, പതിയെ ഓരോ കാര്യങ്ങൾ മോളുടെ മനസ്സിനോടും മോള് തന്നെ പറഞ്ഞ് പാകപ്പെടുത്തി എടുത്തേ പറ്റൂ. കാരണം
വേറെ ഒന്നുമല്ല, അവനൊരു ജീവിതം ഉണ്ടാകുമ്പോൾ മോൾക്കും ഒരു ജീവിതം ഉണ്ടായേ തീരും എന്ന് പറഞ്ഞപ്പോൾ ഇനി പിങ്കിക്ക് ഒരു ജീവിതമോ? ഒരിക്കലും ഇനി പിങ്കിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല. പിങ്കി മാത്രം മതി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മൾ മാത്രം മതി ജീവിക്കാൻ. വേറെ ആൾക്കാർ എന്തിനാ നമ്മുടെ കൂടെ? നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ മാത്രമായിരിക്കും, അല്ലാതെ വേറെ ആരും നമ്മളെ സ്നേഹിക്കില്ല, നമ്മുടെ മനസ്സറിയാൻ ശ്രമിക്കില്ല. എൻ്റെ ആഗ്രഹങ്ങൾ പലതും കുഴിച്ചുമൂടിയതാണല്ലോ, എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ തന്നെ. ആ കുഴിച്ചുമൂടിയ ആഗ്രഹങ്ങളൊന്നും ഇനി ഞാൻ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പിങ്കി ഇനി തന്നെയായിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഒരു അച്ഛൻ എന്ന നിലയിൽ നമ്മുടെ പിങ്കിയുടെ പപ്പ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. പിങ്കിയുടെ പപ്പ പറയുകയാണ്, നിന്റെ മനസ്സിനെ തന്നെ നീ പറഞ്ഞു മാറ്റിയെടുത്താൽ മതി. ഇപ്പം നിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ പതിയെ പതിയെ നിന്റെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്ദ ഉറക്കമൊന്നുമില്ലാതെ രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ്, ഉറക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗൗതം കിടന്നുറങ്ങുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ജനലിൽ കൂടെ ഒരാളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയും അതിൽ ചാടുകയൊക്കെ ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ നന്ദ നമ്മുടെ ഗൗതമിനെ വിളിച്ചെണീപ്പിക്കുകയാണ്. അങ്ങനെ ഗൗതമും നന്ദയും കൂടെ പതിയെ ചെന്ന് ആ കള്ളൻ ആരാണെന്ന് അറിയാൻ വേണ്ടി പതിയെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മിന്നായം പോലെ ഒരാളിങ്ങനെ പോകുന്നു. കയ്യിലിരുന്ന തോക്കെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് നമ്മുടെ അർജുനാണ്. അർജുനെ കണ്ടോണ്ടേ, എന്താ അർജുൻ നീ ഇവിടെ എന്നിങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പുറത്തു പോയിട്ട് വന്നതാണ്. അല്ല, നിങ്ങൾ ഈ പാതിരാത്രി എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഒരാള് മതിൽ ചാടി പോകുന്ന ശബ്ദം കേട്ടു, മതിൽ ചാടി വരുന്ന ശബ്ദം കേട്ടായിരുന്നു, അതുകൊണ്ട് ഞാനും നന്ദയും കൂടെ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെയോ? എങ്കിൽ പിന്നെ നമ്മുടെ ഈ വീട്ടില്, അതും പോലീസും പട്ടാരക്കാരനും ഒക്കെ ഉള്ള ഈ വീട്ടിൽ അങ്ങനെ ധൈര്യത്തിൽ ആരാ മതിൽ കാടി കടന്നതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനും തപ്പാനായിട്ട് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ആ വീട്ടിലെ എല്ലാവരും ഏകദേശം എല്ലാവരും തന്നെ എണീക്കുകയാണ്. അകത്ത് കയറി പോയി നമ്മുടെ അർജുനും ഗൗതമും അതുപോലെ തന്നെ പിങ്കിയും ഒക്കെ. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് മോഹിനി ഒരു അലർച്ചയായിട്ട് ഓടി വന്നത്. അപ്പൊ മോഹിനി ഓടി വന്നത് ചോദിച്ചു ഗൗതം, എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ പുറത്തുനിന്നൊരു വലിയൊരു നിലവിളി ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ മോഹിനിയുടെ കൂടെ കിച്ചണിലൊക്കെ ഒന്ന് എല്ലാവരും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആരും അവിടെയൊന്നും കാണുന്നുമില്ല. അതുമല്ല, ഡോറെല്ലാം ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം പെരക്കകത്തേക്ക് ആരും കയറിയില്ലെന്ന് അറിയാലോ. അപ്പം ഗൗതം പറഞ്ഞു, ഏതായാലും ഇനിയിപ്പം എല്ലാവരും ഒന്ന് പോയി കിടക്ക്. ഇനിയിപ്പം പുറത്തേക്ക് ചാടിയതാണെങ്കിലും അകത്തേക്ക് ചാടിയതാണെങ്കിലും വീട്ടിനകത്തേക്ക് കടന്നിട്ടില്ലല്ലോ, ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഏതായാലും പോയി കിടന്നോ, ബാക്കി കാര്യം ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നയനയാട്ടോ കാണിക്കുന്നത്. നയന ഒരു ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നയനയുടെ എന്തോ ഒരു ചെറിയ പരിപാടിയാണ്. ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് മുങ്ങാൻ തന്നെ ആയിരിക്കാം നയനയുടെ ലക്ഷ്യം. അതുമായിട്ട് മുങ്ങാനാണോ അതിനി ആരുടെയെങ്കിലും കൈ കൊടുത്ത് വിട്ട് വിൽക്കാനാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ഗൗതമിന്റെയും അതുപോലെ ബാലന്റെയും കഥ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാത്തത്. കിട്ടുന്ന ഉടനെ തന്നെ നമ്മൾ അത് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.